ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ട് നമ്മൾ അറേസ് പഠിച്ചു, സ്റ്റാക്ക്, ക്യൂ, അതിൻ്റെ കൂടെ നമുക്കുള്ളതാണ് എന്ത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറാണ്. അതൊരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയിരുന്നു. അതൊരു ഹൈറാർക്കിയൽ മാനറിലാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ ഒരു ഹൈറാർക്കിയൽ, അതിനൊരു സീക്വൻഷ്യൽ മാനർ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് സീക്വൻഷ്യൽ മാനറിൽ ആണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റാസ് ഒക്കെ നമുക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് കോൾഡ് നോട്ട്സ് ദാറ്റ് ആർ റാൻഡംലി സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. നമുക്ക് ട്രീ പോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റും എന്താണ്, ഒരു കളക്ഷൻ ഓഫ് നോട്ട്സ് ആണ്, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ആ ഒബ്ജക്ട്സിന് നമ്മൾ എന്ത് പറയും, നോട്ട്സ് എന്ന് പറയും. അത് റാൻഡംലി സ്റ്റോർഡ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു സീക്വൻഷ്യൽ മാനറിലായിരിക്കും, പക്ഷേ കണ്ടിന്യൂസ് അല്ല. എ നോഡ് കണ്ടെയ്ൻ 2 ഫീൽഡ്സ്. ഈ നോഡിന്, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നോഡിനകത്ത് എന്തുണ്ട്, 2 ഫീൽഡ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഡാറ്റ സ്റ്റോർഡ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ അഡ്രസ് ആൻഡ് ദ പോയിൻ്റർ വിച്ച് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ മെമ്മറി. 2 ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റ സ്റ്റോർഡ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ അഡ്രസ്. നമ്മുടെ ഡാറ്റ ഏതിലാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ ഒരു അഡ്രസ്സ് ആയിരിക്കും ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് ദ പോയിൻ്റർ വിച്ച് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ മെമ്മറി. നമ്മുടെ ഈ ഒരു നോഡിൻ്റെ അടുത്ത് വേറൊരു നോഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ ആ നോഡിൻ്റെ അഡ്രസ്സാണ്, അതിൻ്റെക്ക് പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് എന്തിലുണ്ടായിരിക്കുക, നമ്മുടെ രണ്ടാമത്തെ ഫീൽഡിലുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് റാൻഡമായിട്ട് എവിടെ വേണമെങ്കിലും മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടാം. പക്ഷേ ഈ ഒരു കണക്ഷൻ ഉണ്ടായതുകൊണ്ട് തമ്മിലുള്ള ഒരു ലിസ്റ്റ് ഫോം ചെയ്യും. ദ ലാസ്റ്റ് നോഡ് ഓഫ് ദ ലിസ്റ്റ് കണ്ടെയ്ൻസ് പോയിൻ്റർ ടു ദ നൾ. നമുക്ക് ഒരു ലിസ്റ്റാണ്, നമ്മുടെ ഒരു ഡാറ്റാസ് നോട്ട്സിൻ്റെ ഒരു ലിസ്റ്റാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റ് നമുക്കിപ്പോൾ സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ ഓരോ നോട്ട്സ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ ഒരു നോഡിൽ 2 പാർട്ട് ഉണ്ട്. അതിൽ ഒന്നിൽ ഡാറ്റയും അതുപോലെ ഒന്നിൽ അടുത്ത നോഡിൻ്റെ പോയിൻ്ററാണ്, നമുക്ക് അടുത്ത നോഡിൻ്റെ അഡ്രസ്സിലേക്കുള്ള പോയിൻ്ററാണ് അടുത്ത രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ നോഡിൻ്റെ പോയിൻ്ററിൽ എന്തായിരിക്കും, നൾ വാല്യൂ ആയിരിക്കും. അതിൻ്റെ അകത്ത് ഇനി അടുത്ത നോഡില്ല, ഇനി ഏറ്റവും അവസാനം വരെ എത്തി. അപ്പോൾ ഇനി നെക്സ്റ്റ് നോഡില്ല. അതുകൊണ്ട് ആ നോഡിന് എന്താണ്, ഏറ്റവും ലാസ്റ്റത്തെ നോഡിൻ്റെ പോയിൻ്ററിൽ എന്തുണ്ടായിരിക്കില്ല, ഒരു വാല്യൂ ഉണ്ടായിരിക്കില്ല, അഡ്രസ്സ് ഒന്നും പോയിൻ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് യൂസസ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് നോക്കാം. ദ ലിസ്റ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി കണ്ടിന്യൂസ്ലി പ്രസൻറ്റ് ഇൻ ദ മെമ്മറി. നമുക്ക് എന്താണ്, ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്താണ്, കണ്ടീജിയസ് ആയിട്ടല്ല എന്ത് നമ്മുടെ ഡാറ്റാസ് ഒന്നും സ്റ്റോർ ചെയ്യുന്നത്. ദ നോട്ട് ക്യാൻ റിസൈഡ് എനിവേർ ഇൻ ദ മെമ്മറി ആൻഡ് ലിങ്ക്ഡ് ടുഗദർ ടു മേക്ക് എ ലിസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെമ്മറിയിലേക്ക് എവിടെ വേണമെങ്കിലും ഈ നോട്ട്സിന് എവിടെ വേണമെങ്കിലും റിസൈഡ് ചെയ്യാം. പക്ഷേ ഇതിനൊരു കണക്ഷൻ ഉണ്ടായതുകൊണ്ട്, പോയിൻ്റർ ഉണ്ടായതുകൊണ്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലിസ്റ്റ് ഫോം ചെയ്യും. ദിസ് അച്ചീവ്സ് ഒപ്റ്റിമൈസ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ്. അതായത് ഇതിന് ആവശ്യത്തിനുള്ള സ്പേസ് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അറേസ് പോലെ എന്താണ്, അറേസിനൊക്കെ നമ്മളൊരു സൈസ് ഫിക്സ് ചെയ്ത് വെച്ചാൽ അത്രയും ആ സൈസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി മെമ്മറി എന്താണ്, വേസ്റ്റേജ് ആണ്. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ അങ്ങനെ ഒരു മെമ്മറി വേസ്റ്റേജിൻ്റെ പ്രശ്നം വരുന്നില്ല. ലിസ്റ്റ് സൈസ് ഈസ് ലിമിറ്റഡ് ടു ദ മെമ്മറി സൈസ് ആൻഡ് ഡസ് നീഡ് ടു ബി ഡിക്ലെയർഡ് ഇൻ അഡ്വാൻസ്. നമ്മുടെ എന്താണ് ലിസ്റ്റിൻ്റെ സൈസ്, നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, മെമ്മറി എത്ര ഉണ്ടോ അത്ര തന്നെയായിരിക്കും ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അറേസ് പോലെ എന്താണ്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. എംപ്റ്റി നോട്ട് കനോട്ട് ബി പ്രസൻറ്റ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ്. നമുക്ക് എന്താണ്, അറേസ് പോലെ എന്താണ്, എംപ്റ്റി ആയിട്ടുള്ള നോട്ട്സ് ഒന്നും സ്പേസ് ഒന്നും ഇവിടെ കാണുന്നില്ല, ലിങ്ക്ഡ് ലിസ്റ്റിൽ കാണുന്നില്ല. ആവശ്യമുള്ള സ്പേസ് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. We can store values of primitive type or objects in the singly linked list. നമുക്ക് എന്താ, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്, അതായത് നമ്മുടെ ഇൻഡ്, ക്യാർ, ഫ്ലോട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കിനി സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റും അതുപോലെ ടൈപ്സ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഒരു ബ്ലോക്കാണ് നമ്മൾ എന്ത് പറയുക, നോഡ് എന്ന് പറയുന്നത്. അങ്ങനെ 3 നോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 നോഡുള്ള ഒരു ചെറിയൊരു ലിങ്ക്ഡ് ലിസ്റ്റാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം, ആദ്യം ഒരു ഹെഡ് പോർഷൻ ഉണ്ട്.
അപ്പോൾ നോഡിൻ്റെ തുടക്കം അവിടെയാണ്. അതുപോലെ ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള നോഡാണ് അടുത്തത് കാണിച്ചിട്ടുള്ളത്, എൻഡ് ഓഫ് ദി ലിസ്റ്റിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നോഡിൽ 2 പാർട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഡാറ്റ എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ ഒരു പാർട്ടും, അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ലിങ്ക് ആണ്. ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് നോഡ് 20 സ്റ്റോർ ചെയ്തിട്ടുള്ള ആ നോഡിൻ്റെ അഡ്രസ്സിലേക്കുള്ള പോയിൻ്ററാണ് നമ്മുടെ ഈ ഫസ്റ്റത്തെ നോഡിൻ്റെ ബ്ലാങ്ക് സ്പേസിലുള്ളത്. അതുപോലെ 20 എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ നോഡ്, അതിൻ്റെ ബാക്കിയുള്ള സ്പേസ്, രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് അടുത്ത നോഡിലേക്കുള്ള പോയിൻ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 നോഡാണ് ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ നോഡിൽ നമ്മൾ 28 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ രണ്ടാമത്തെ ഫീൽഡ് നള്ളായിട്ടായിരിക്കും കിടക്കുക. കാരണം ഇനി അങ്ങോട്ട് ഇതാണ് അതിൻ്റെ ടെയിൽ എൻഡ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് നോഡില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഈ പോയിൻ്റർ പാർട്ട് നള്ളായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു നോഡിൻ്റെ 2 പാർട്ട് ഉണ്ടായിരിക്കും, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനും. അതുപോലെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സിലേക്കുള്ള പോയിൻ്റർ, നെക്സ്റ്റ് നോഡിലേക്കുള്ള ഒരു കണക്ഷൻ. ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ മെമ്മറിയിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എവിടെ പോയി കിടന്നാലും ഇത് തമ്മിലൊരു സീക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ലിസ്റ്റ് ഫോം ചെയ്യും. ഇനി നമുക്ക് നോക്കാം, 3 ടൈപ്പ് ലിങ്ക്ഡ് ലിസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് തന്നെ സർക്കുലർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റും ഉണ്ട്, അതുപോലെ സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റും ഉണ്ട്. ഇനി നമുക്ക് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് നോക്കാം. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ കളക്ഷൻ ഓഫ് ഓർഡേർഡ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. ഓർഡേർഡ് സെറ്റ് ഓഫ് എലമെൻറ്റ്സിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മേ വാരി അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ പ്രോഗ്രാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് നമുക്ക് എലമെൻറ്റ്സിൻ്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എ നോഡ് ഇൻ ദ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. നമ്മൾ നേരത്തെ ലിങ്ക്ഡ് ലിസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ 2 പാർട്ട് ഉണ്ടായിരിക്കും നോഡിന്, ഡാറ്റ പാർട്ട് ആൻഡ് ലിങ്ക് പാർട്ട്. ഡാറ്റ പാർട്ട് ഉണ്ടാവും, നെക്സ്റ്റ് നോഡിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള ഒരു ലിങ്ക് പാർട്ടും ഉണ്ടായിരിക്കും. ഡാറ്റ പാർട്ട് ഓഫ് ദ നോഡ് സ്റ്റോർസ് ആക്ച്വൽ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ടു ബി റെപ്രസെൻറ്റഡ് ബൈ ദ നോഡ്. അതായത് ഡാറ്റ പാർട്ടിലുള്ളത് ആക്ച്വൽ ഇൻഫർമേഷൻ, നമ്മുടെ ആ നോഡിൻ്റെ അകത്തുള്ള ആക്ച്വൽ ഇൻഫർമേഷനാണ് ആ നോഡിൽ ഡാറ്റ പാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വൈൽ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് സക്സസർ. അതായത് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് പോയിൻ്റ് ചെയ്യാനുള്ള ലിങ്കാണ് അടുത്ത ഫീൽഡിലുള്ളത്. നമ്മൾ നേരത്തെ ലിങ്ക്ഡ് ലിസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ. വൺ വേ ചെയിൻ ഓർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ ബി ട്രാവേഴ്സ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതായത് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 വേ ഡയറക്ഷനിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കണ്ടു, ഇങ്ങോട്ടാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് അതിൻ്റെ ലിങ്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ച് അതിൻ്റെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് കഴിയില്ല. ഓൺലി 1 ഡയറക്ഷനാണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് ഈച്ച് നോഡ് കണ്ടെയ്ൻസ് ഓൺലി നെക്സ്റ്റ് പോയിൻ്റർ. ഒരു നോഡിൽ എന്താണുള്ളത്, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നോഡിലേക്കുള്ള കണക്ഷനേ ഉള്ളൂ. തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള നോഡിൻ്റെ കണക്ഷൻ ഇല്ല, റൈറ്റ് സൈഡിലേക്കുള്ള നോഡിൻ്റെ കണക്ഷൻ ലിങ്ക് മാത്രമേ അതിനുള്ളൂ. ദെർഫോർ വി ക്യാനോട്ട് ട്രാവേഴ്സ് ദ ലിസ്റ്റ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ ട്രാവേഴ്സ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. കൺസിഡർ ആൻ എക്സാമ്പിൾ വേർ ദ മാർക്സ് ഒബ്ടേൺഡ് ബൈ ദ സ്റ്റുഡൻറ്റ് ഇൻ 3 സബ്ജക്ട്സ് ആർ സ്റ്റോർഡ് ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഒരു സ്റ്റുഡൻറ്റിന് 3 സബ്ജക്റ്റിൽ കൊടുത്തിട്ടുള്ള മാർക്കാണ് നമ്മൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ മാർക്ക്, അതുപോലെ 90 എന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ടെയിലായിട്ടുള്ള എൻഡാണ്. അപ്പോൾ ആദ്യത്തേത് 23 എന്ന് പറഞ്ഞിട്ടുള്ള മാർക്ക് കൊടുത്തു. 23ൻ്റെ അടുത്ത ലിങ്ക് പാർട്ട് എന്തൊക്കെയുള്ളതാണ്, നമ്മുടെ 34 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മാർക്കിൻ്റെ അഡ്രസ്സിലേക്കുള്ള പോയിൻ്ററാണ്. അതുപോലെ 34 നമുക്ക് 90 എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കിലേക്കുള്ളൊരു അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3 സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രമേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇനി 4ാമതൊരു മാർക്കില്ല. അതുകൊണ്ട് നമുക്ക് 90 എന്ന് പറഞ്ഞിട്ടുള്ള ടെയിൽ നോഡിൻ്റെ
പോയിൻ്റർ പാർട്ടിൽ എന്താണുള്ളത്, നള്ളായിരിക്കും. വേറെ വാല്യൂസ് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു വൺ ഡയറക്ഷൻ ആണ്, റിവേഴ്സ് ആയിട്ടുള്ള ഡയറക്ഷൻ ഇല്ല. ഈ 34 എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ 23 എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കിൻ്റെ അഡ്രസ്സിലേക്ക് പോയിൻ്റ് ചെയ്യാനുള്ള ഒരു പാർട്ട് ഇല്ല. അതുകൊണ്ടാണ് ഇതെന്ത് വൺ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ദ അബോവ് ഫിഗർ ദ ആരോ റെപ്രസെൻറ്റ്സ് ദ ലിങ്ക്സ്. നമുക്ക് ഈ ഒരു ഫിഗറിൽ എന്താ നമുക്ക് കാണാം, ഈ ആരോ എന്ന് പറയുന്നതാണ് എന്ത്, ലിങ്ക് എന്ന് പറയുന്നത്. The data part of every node contains a mark obtained by the student in different subject. നമുക്ക് ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ ഒരു സ്റ്റുഡൻറ്റിന് 3 സബ്ജക്റ്റിൽ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്കാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ഡാറ്റ പാർട്ടിൽ മാർക്സ് 23, 34, 90 എന്ന് പറഞ്ഞിട്ടുള്ള മാർക്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. The last node in the list is identified by the null pointer which is present in the address part of the last node. നമുക്ക് എന്താണ് ലാസ്റ്റ് നോഡിൽ എന്താണുള്ളത്, നൾ പോയിൻ്റർ ആണ് ഉള്ളത്. കാരണം നമുക്കിനി നെക്സ്റ്റ് നോഡില്ല, നെക്സ്റ്റ് മാർക്കില്ല, പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് നോഡില്ല. വി ക്യാൻ ഹാവ് ആസ് മെനി എലമെൻറ്റ്സ് വി റിക്വയർ ഇൻ ദ ഡാറ്റ പാർട്ട് ഓഫ് ദി ലിസ്റ്റ്. നമുക്ക് എന്താണ് മെനി എലമെൻറ്റ്സ് വി റിക്വയർ ഇൻ ദ ഡാറ്റ പാർട്ട് ഓഫ് ദി ലിസ്റ്റ്. നമുക്ക് എന്താണ് എത്ര വേണമെങ്കിലും ഡാറ്റ പാർട്സ് നമുക്ക് ലിസ്റ്റിലേക്ക് ഉണ്ടാക്കാം, പക്ഷേ എന്താണ് അതൊരു വൺ ഡയറക്ഷൻ ആയിരിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് doubly linked list ആണ്. Doubly linked list is a complex type of linked list in which a node contains a pointer to the previous as well as the next node in the sequence. നമ്മൾ നേരത്തെ കണ്ടു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരൊറ്റ പോയിൻ്ററേ ഉള്ളൂ, അത് നെക്സ്റ്റ് നോഡിലേക്കുള്ളതാണ്. പക്ഷേ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഇതിൽ നിന്ന് വ്യത്യാസമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു നോഡിന് നമ്മുടെ ഈ ഒരു നോഡിന് 2 പോയിൻ്റർ ഉണ്ടായിരിക്കും, ലെഫ്റ്റിലുണ്ടായിരിക്കും അതുപോലെ റൈറ്റിലുണ്ടായിരിക്കും. അപ്പോൾ റൈറ്റിലേക്കുള്ള നോഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യാനും അതുപോലെ ലെഫ്റ്റിലുള്ള പോയിൻ്റർ എന്ന് പറയുന്നത് പ്രീവിയസ് നോഡിനെ പോയിൻ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും. Therefore, in a doubly linked list, a node consists of 3 parts. അപ്പോൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ 2 പാർട്ടായിരുന്നു, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്തുണ്ടായിരിക്കും 3 പാർട്ടാണ് ഉണ്ടായിരിക്കുക. നോഡ് ഡാറ്റ, പോയിൻ്റർ ടു ദ നെക്സ്റ്റ് നോഡ് ഇൻ സീക്വൻസ്, നെക്സ്റ്റ് പോയിൻ്റർ, പോയിൻ്റർ ടു ദ പ്രീവിയസ് നോഡ്, പ്രീവിയസ് പോയിൻ്റർ. 3 പാർട്ടാണ് എന്തുള്ളത്, നോഡ് ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, അതുപോലെ നെക്സ്റ്റ് പോയിൻ്റർ ഉണ്ടായിരിക്കും, നെക്സ്റ്റ് നോഡിലേക്കുള്ള കണക്ഷൻ, അതുപോലെ പ്രീവിയസ് നോഡിലേക്കുള്ള കണക്ഷൻ, പ്രീവിയസ് പോയിൻ്ററും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നോഡിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോഡിന് 3 പാർട്ടാണ്, സെൻറ്ററിൽ ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, ലെഫ്റ്റിൽ പ്രീവിയസ് നോഡിലേക്കുള്ള ലിങ്ക് ഉണ്ടായിരിക്കും, റൈറ്റിൽ നെക്സ്റ്റ് നോഡിലേക്കുള്ള നെക്സ്റ്റ് പോയിൻ്റർ ഉണ്ടായിരിക്കും. എ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് കണ്ടെയ്ൻസ് 3 നോഡ്സ് ഹാവിങ് നമ്പേഴ്സ് ഫ്രം 1 to 3 ഇൻ ദയർ ഡാറ്റ പാർട്ട് ഈസ് ഷോൺ ഇൻ ദ ഫോളോവിങ് ഇമേജ്. നമുക്ക് നോക്കാം, 3 നോഡുള്ള എന്താണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ പ്രീവിയസ് നോഡ് ആദ്യം ഉണ്ടായിരിക്കില്ല, എന്താണ് ആദ്യം ഹെഡ് നമ്മുടെ നോഡ് തുടങ്ങുകയാണ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിന് അതിന് മുന്നേ വേറെ നോഡില്ല, അതുകൊണ്ട് ഇതൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള നോഡിൻ്റെ അകത്ത് എന്താണ് ഫസ്റ്റ് പ്രീവിയസ് നോഡ് എന്തായിരിക്കും, നള്ളായിരിക്കും, അതുപോലെ ഡാറ്റ പാർട്ട് ഉണ്ടായിരിക്കും, അതുപോലെ എന്താണ് നെക്സ്റ്റ് പോയിൻ്റർ ഉണ്ടായിരിക്കും, അതുപോലെ 2 എന്ന് പറഞ്ഞിട്ടുള്ളതിനും പ്രീവിയസ് നോഡ് ഉണ്ടായിരിക്കും, അതുപോലെ നെക്സ്റ്റ് പോയിൻ്ററും ഉണ്ടായിരിക്കും. അതുപോലെ ഏറ്റവും ലാസ്റ്റത്തെ ടെയിൽ നോഡിൻ്റെ അകത്ത് എന്താണ് ഏറ്റവും നമ്മുടെ ലിസ്റ്റ് അവസാനിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നമുക്ക് എന്താണ് നെക്സ്റ്റ് പോയിൻ്റർ ഉണ്ടായിരിക്കില്ല, നള്ളായിരിക്കും. പിന്നെ ഇവിടെ ഡയറക്ഷനിലാണ് നമുക്ക് പ്രീവിയസ് നോഡിനായിട്ടുള്ള കണക്ഷനും ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് ഫോർവേഡായിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, അതുപോലെ ബാക്ക്വേർഡായിട്ടും ഡയറക്ഷൻ ഉണ്ടായിരിക്കും. 2 ടൈപ്പിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റാണ് നോക്കാനുള്ളത്. ഇൻ എ സർക്കുലർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ 2 ടൈപ്പ് ഉണ്ടായിരിക്കും, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റും ഉണ്ട്, സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് സർക്കുലർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റാണ്. ഇൻ എ സർക്കുലർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്, ദ ലാസ്റ്റ് നോഡ് ഓഫ് ദ ലിസ്റ്റ് കണ്ടെയ്ൻസ് എ പോയിൻ്റർ ടു ദ ഫസ്റ്റ് നോഡ് ഓഫ് ദി ലിസ്റ്റ്. എന്താണ് ലാസ്റ്റ് നോഡിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് എന്തിലേക്കും കൂടി ഉണ്ടായിരിക്കും, ഫസ്റ്റ് നോഡിലേക്കും ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിലൊക്കെ നമ്മൾ കണ്ടത് ഏറ്റവും ഫസ്റ്റത്തെ നോഡ് ഈ 1ഉം 3ഉം തമ്മിൽ കണക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്താണ് ഫസ്റ്റും അതുപോലെ ലാസ്റ്റ് നോഡും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കും. ഈ ലാസ്റ്റത്തെ പോയിൻ്റ് ചെയ്യുന്നത് ലാസ്റ്റത്തെ നോഡ് നള്ളായിരിക്കില്ല, എന്താണ് നമ്മുടെ ഫസ്റ്റത്തെ നോഡിൻ്റെ
ആ അഡ്രസ്സിലേക്കുള്ള പോയിൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മളിവിടെ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിലും കണ്ടു എന്താണ് ലാസ്റ്റത്തെ നോഡ് എന്താണ് നള്ളായിരിക്കും. അതുപോലെ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിലും നമ്മൾ കണ്ടു എന്താണ് ലാസ്റ്റത്തെ നോഡ് നള്ളായിരിക്കും. പക്ഷേ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്താണുള്ളത്, നമ്മുടെ ലാസ്റ്റ് നോഡ് ഒരിക്കലും എന്താവില്ല, നള്ളായിരിക്കില്ല. അത് കണക്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ നോഡിൻ്റെ അഡ്രസ്സിലേക്കുള്ള പോയിൻ്റർ ആയിരിക്കും. വി ട്രാവേഴ്സ് എ സർക്കുലർ സിംഗിളി ലിസ്റ്റ് until we reach the same node where we started. നമുക്ക് ഒരു സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എവിടെയാണ് എത്തുന്നത്, നമുക്ക് ട്രാവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടും. കാരണം ഇതൊരു സർക്കുലർ മൂവ്മെൻ്റ് ആണ് നടത്തുന്നത്. ദ സർക്കുലർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഹാസ് നോ ബിഗിനിങ് ആൻഡ് നോ എൻഡിങ്. ഇതിനെന്താണ് ഒരു എൻഡിങ്ങും അതുപോലെ ബിഗിനിങ്ങും ഉണ്ടായിരിക്കില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ദർ ഈസ് നോ നൾ വാല്യൂ പ്രസൻറ്റ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് എനി ഓഫ് ദ നോട്ട്സ്. അതുപോലെ എന്താണ് ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്തുണ്ടായിരിക്കില്ല, നൾ പോയിൻ്റർ എവിടെയും ഉണ്ടായിരിക്കില്ല. തമ്മിൽ റൗണ്ട് മോഷൻ ആയതുകൊണ്ട് എല്ലാതും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദ ടാസ്ക് മെയിൻ്റനൻസ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ മെയിൻ്റനൻസിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദർ ആർ മെനി എക്സാമ്പിൾസ് വേർ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആർ ബീയിങ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻക്ലൂഡിംഗ് ബ്രൗസർ സർഫിംഗ് where a record of page visited in the past by the user is maintained in the form of circular linked list and can be accessed again on clicking the previous button. നമ്മുടെ ബ്രൗസറിലൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ എന്താണ്, നമ്മൾ ബ്രൗസ് ചെയ്യുമല്ലോ, എന്തെങ്കിലും ഡാറ്റാസൊക്കെ നമുക്ക് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ ബ്രൗസിങ്ങിലൊക്കെ നടക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. കാരണം ഇതിനൊരു എൻഡിങ്ങും അതുപോലെ ഒരു ബിഗിനിങ്ങും ഇല്ല. ഒരു സർക്കുലർ മൂവ്മെൻറ്റിലാണ് എന്ത് നടക്കുന്നത്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ പറയാനുള്ളത്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് കണ്ടീജിയസ് ആയിട്ടല്ല മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്, റാൻഡം ആയിട്ട് സ്റ്റോർ ചെയ്യാം. പക്ഷേ ഇതൊരു സീക്വൻഷ്യൽ ആയിട്ട് ഇതിലൊരു പോയിൻ്റർ ഉണ്ടായതുകൊണ്ട് ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ 3 ടൈപ്പാണ് നമ്മളിപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് പഠിച്ചത്. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ഡബിളി ഉണ്ട്, അതുപോലെ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യും. അതുപോലെ നെക്സ്റ്റ് പോയിൻ്ററിലേക്കുള്ളൊരു ലിങ്കും കൂടി ഉണ്ടായിരിക്കും. ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്താണ്, പ്രീവിയസ് നോഡിലേക്കുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും, അതുപോലെ നെക്സ്റ്റ് നോഡിലേക്കുള്ള ലിങ്കും ഉണ്ടായിരിക്കും. അതുപോലെ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് നോഡും അതുപോലെ ഫസ്റ്റ് നോഡും തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കുലർ മൂവ്മെൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അതുപോലെ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നൾ വാല്യൂ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല.